ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ഈ നെഗോസിയേഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്കും എന്ത് വൃത്തികെട്ട കളിയും കളിക്കും എന്നുള്ളത് ഇറാന് നന്നായിട്ട് അറിയാം. ഇപ്പം ഈ വാർ നടക്കുന്നതിന് മുന്നേ നമുക്കറിയാം ഒമാനിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അമേരിക്ക കയറി ഇറാനെ ആക്രമിക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് ഈ വാർ ഡെവലപ്പായി പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളി അവർ കളിക്കും അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ അവർ പല തരത്തിലുള്ള പ്രിക്വേഷൻസ് എടുത്തിട്ടാണ് ഈ നെഗോസിയേഷൻ ടേബിളിലോട്ട് അവരെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സീസ് ഫയർ വന്ന ഉടനെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഹോർമൂസ് ഉടനടി തുറക്കും, അതിലൂടെ കപ്പലുകൾ സുഗമമായിട്ട് സഞ്ചരിക്കും എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. 10 അതിൽ കുറവോ കപ്പലുകൾ മാത്രമാണ് ഒരു ദിവസം ഹോർമൂസിലൂടെ കടന്നു പോകുന്നത്. ഹോർമൂസ് ഇപ്പോഴും ഇറാൻ പൂർണ്ണമായും ഫ്രീ ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവരെ നമ്പാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇറാനും നന്നായിട്ട് അറിയാം.